ഞങ്ങൾ ബാട്ടു കേവ്സ് വിസിറ്റ് കഴിഞ്ഞിട്ട് നേരെ വന്നത് കേബിൾ കാറിലൂടെ ഒരു അമ്യൂസ്മെൻറ്റ് പാർക്കും ഒരു മോളും എല്ലാം കൂടി ഒരു സ്ഥലത്താണ് കേട്ടോ. അപ്പോൾ കേബിൾ കാറിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. ഒരു വലിയ ക്യൂ ഉണ്ടായിരുന്നു. അതെല്ലാം കഴിഞ്ഞു ഞങ്ങളുടെ ടേൺ വന്നു. ഞങ്ങൾ ആ കേബിൾ കാറിൽ കയറി. അപ്പോൾ കൂടെ വേറെ കുറച്ച് ഞങ്ങൾ രണ്ടുപേരും മാത്രമല്ല, ഒരു കുറച്ച് സ്പേഷ്യസ് ആയിരുന്നു അത്. അപ്പോൾ വേറൊരു 3-4 പേരും കൂടി ഉണ്ടായിരുന്നു. അതൊരു നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. കേബിൾ കാറിലൂടെയുള്ള റൈഡ് നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. വളരെ ഹൈറ്റിലായിരുന്നു അത് പോയിരുന്നത്. നല്ല രസമുള്ള സ്ഥലമായിരുന്നു. താഴെ കുറേ മരങ്ങളും മലകളും എല്ലാം കാണാമായിരുന്നു. അത് മാത്രമല്ല നല്ല ഫോഗായിരുന്നു കേട്ടോ. മുകളിലോട്ട് എത്തുമ്പോഴേക്കും നല്ല ഫോഗായിരുന്നു. താഴെ നോക്കുമ്പോൾ കാറുകളൊക്കെ ഇങ്ങനെ ടോയ് കാർ പോലെയായിരുന്നു ഞങ്ങൾക്ക് തോന്നിയിരുന്നത്. അത്ര രസമായിരുന്നു അതിലൂടെയുള്ള റൈഡ്. പിന്നെ വേറൊരു കാര്യമുള്ളതെന്ന് വെച്ചാൽ ഇത് മുഴുവനും ഞങ്ങൾക്ക് വീഡിയോ എടുക്കാൻ സാധിച്ചില്ല. കാര്യം മുകളിലേക്ക് എത്തിയപ്പോഴേക്കും ഫോഗ് കൊണ്ട് നിറഞ്ഞിട്ട് ക്യാമറയിലൊന്നും കിട്ടുന്നുണ്ടായില്ല. ആകെ മൂടിയൊരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു. ഇതൊരു ചൈനീസ് ടെമ്പിളാണ് കേട്ടോ. ചിങ്സുയി ടെമ്പിൾ എന്നാണ് തോന്നുന്നത് അതിൻ്റെ പേര്. അത് ഞങ്ങൾ തിരിച്ചു വരുന്ന വഴിയാണ് ആ ടെമ്പിളിൽ ഇറങ്ങാനായിട്ട് തീരുമാനിച്ചിരിക്കുന്നത്. അപ്പോൾ മുകളിൽ പോയിട്ട് അമ്യൂസ്മെൻറ്റ് പാർക്കിൽ പോയി റൈഡുകളൊക്കെ ഉണ്ട്. അതിലൊന്നും കയറിയില്ല കേട്ടോ. അത്രയൊന്നും തോന്നിയില്ല കയറാനായിട്ട്. കൊച്ചുകുട്ടികളൊക്കെ ഇഷ്ടംമാതിരി അതിൽ കയറുന്നുണ്ടായിരുന്നു. അപ്പോൾ നോക്കിയാൽ ഫോഗാണ്, ഒന്നും കാണുന്നില്ല. കുറേ അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ നല്ല തണുപ്പുമായിരുന്നു. അപ്പോൾ അവിടുത്തെ റൈഡുകളുടെ ആ മോളിൽ കൂടിയൊക്കെ നടന്നു കേട്ടോ. വാസ്റ്റ് ഏരിയ ആയിരുന്നു കേട്ടോ. എനിക്ക് അറിയാൻ പാടില്ല അത് വിശദീകരിക്കാൻ. ഞങ്ങളൊരു സൈഡിൽ കൂടി പോയിട്ട് എങ്ങനെ അപ്പുറത്തെ സൈഡിൽ എത്തും എന്നുള്ള സംശയമായിരുന്നു. അത്രയ്ക്ക് വലിയൊരു ഏരിയ ആയിരുന്നു. എല്ലാമൊന്നും വീഡിയോ എടുത്തിട്ടില്ല. കാര്യം അത്രയ്ക്ക് അധികം ഉണ്ടായിരുന്നു എടുക്കാനായിട്ട്. നല്ല രസമായിരുന്നു കേട്ടോ. അതിൻ്റെ അകത്തുള്ള അറ്റ്മോസ്ഫിയർ നല്ല രസമായിരുന്നു. നല്ല ലൈറ്റിങ്ങും എല്ലാം വളരെ നല്ലതായിരുന്നു. അപ്പോൾ കുറേയൊക്കെ എസ്കലേറ്ററിൽ കയറി മതിയായ അവസാനം ലിഫ്റ്റ് എടുത്തിട്ട് ഞങ്ങളിങ്ങനെ ഇത് നോക്കി. ഇതിൻ്റെ റൂഫ് നമ്മൾ ഓർക്കും ആകാശമാണെന്ന് ഓർക്കുമല്ലോ. അതൊരു സ്ക്രീനാണ് കേട്ടോ. ആകാശമല്ല, ശരിക്കും കുട്ടികൾക്കുള്ള പ്ലേ ഏരിയയാണത്. പിന്നെ അതിൽ കൂടെ നടന്ന് എല്ലാ സ്ഥലങ്ങളും ഇങ്ങനെ ഒന്ന് നടന്ന് കണ്ടു കേട്ടോ. കുറേ സ്റ്റാളുകളും എല്ലാം കണ്ടു. പിന്നെ ഫുഡ് കഴിക്കാനായിട്ട് അപ്പോഴേക്കും സമയമായി. പിന്നെ ഫുഡ് കഴിക്കാനുള്ള സെർച്ചായി. എന്ത് ഫുഡ് കഴിക്കും എന്നുള്ള ഒരു സംശയത്തിലിങ്ങനെ നടക്കുമായിരുന്നു. അതും അമ്മൂന് തന്നെ വിട്ടുകൊടുത്തു കേട്ടോ. അവളതെല്ലാം നോക്കി നടന്ന് ഏതോ ഒരു സ്റ്റാളിൽ നിന്ന് സെലക്ട് ചെയ്തു ഞങ്ങൾക്ക് ഫുഡ് കൊണ്ടുവന്നു. എനിക്ക് ഫുഡ് കൊണ്ടുവന്നു. അപ്പോൾ അത് എവിടെ നിന്ന് നിറച്ചും ഫുഡ് സ്റ്റോൾസ് ആയിരുന്നു. നമുക്ക് വിശ്വസിക്കാൻ പറ്റാവുന്ന അത്രയും ഫുഡ് സ്റ്റോൾസ് അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഏത് സെലക്ട് ചെയ്യണമെന്ന് ഭയങ്കര സംശയം തോന്നും. അങ്ങനെ അറ്റ് ലാസ്റ്റ് ഒരു സ്ഥലത്തു നിന്ന് അവൾ വാങ്ങി. അവിടുത്തെ ഡിഷ് തന്നെയാണ് കേട്ടോ വാങ്ങിയത്. മലേഷ്യൻ കേരള റൈസൊക്കെ അവിടെ ഉണ്ടായിരുന്നു. ഒരു സൂപ്പ് പോലത്തെ നൂഡിൽസും അതുപോലെ തന്നെ അങ്ങനെയുള്ള പ്രോണും എല്ലാം കൂടിയുള്ള ഒരു ഡിഷായിരുന്നു. അപ്പോൾ പ്രോണിൻ്റെ ഡിഷ് മേടിച്ചപ്പോൾ ഉള്ളത് പ്രോൺ ഇങ്ങനെ ഷെല്ലൊന്നും നന്നാക്കാത്ത പ്രോണായിരുന്നു. പിന്നെ വീട്ടിൽ പ്രോൺ നന്നാക്കി ശീലമുള്ളതുകൊണ്ട് ഞാനതെല്ലാം ക്ലീൻ ചെയ്താണ് കഴിച്ചത് കേട്ടോ. പിന്നെ മാംഗോ, അവിടുത്തെ മാങ്ങ എടുത്ത് പറയേണ്ടതാണ് കേട്ടോ. നല്ല ടേസ്റ്റി മാംഗോ ആണ്. കുറേ പറഞ്ഞു. നല്ല ടേസ്റ്റി മാംഗോ ആയിരുന്നു. അത് മാംഗോ സ്റ്റിക്കി റൈസ് എന്ന് പറഞ്ഞൊരു വിഭവമുണ്ട്. ആ റൈസ് ഭയങ്കര സ്റ്റിക്കിയാണ്. അപ്പം മാങ്ങ അടിപൊളി മാങ്ങയായിരുന്നു. അതും കഴിച്ചു. പിന്നെ തിരിച്ച് വന്നു. കേബിൾ കാറിൽ തന്നെ തിരിച്ചു പോന്നു. അപ്പോൾ കയറിയതിലും മനോഹരമായിരുന്നു കേട്ടോ. ഇറങ്ങുമ്പോൾ കുറച്ചും കൂടി സ്പീഡ് ഉണ്ടെന്ന് തോന്നി. ഇനി തോന്നിയതാണെന്ന് അറിഞ്ഞൂടാ. പക്ഷേ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു ഇറങ്ങുന്നത്. അത് കഴിഞ്ഞ് അവിടെ ടെമ്പിൾ കാണാൻ ഇറങ്ങിയിരിക്കുകയാണ്. അവിടെയും ക്യൂ ഉണ്ട്. അവരുടെ തന്നെ ഒരു വാൻ വന്നിട്ടാണ് ആ ടെമ്പിൾ കുറച്ചേ ഉള്ളൂ. എന്നാലും ആ വാനിലാണ് ഞങ്ങൾ പോയത്. അവിടെ വെയിറ്റ് ചെയ്ത് വാൻ. അപ്പോൾ ആ വാനിലിരിക്കുകയാണ് കേട്ടോ. എന്നിട്ട് ആ ടെമ്പിളിൽ കയറി കണ്ടു. പിന്നീടും
തിരിച്ചു വന്നതും ഇതാണ് ആ ടെമ്പിൾ കേട്ടോ. ആ വാനിൽ തന്നെയാണ് തിരിച്ചു വന്നത്. നമ്മളവിടെ വെയിറ്റ് ചെയ്യണം. ടാക്സി വേറെ ഉണ്ടായിരുന്നു, അപ്പോൾ നമ്മളത് എക്സ്ട്രാ പേ ചെയ്യണം. അപ്പോൾ ഞങ്ങൾ അവിടെ തന്നെ നിന്നു, ഞങ്ങൾക്ക് ധൃതിയില്ലല്ലോ എന്നോർത്ത് അവിടെ തന്നെ നിന്നു. എന്നിട്ട് ടെമ്പിളെല്ലാം കണ്ടു. നല്ല രസമുള്ള ടെമ്പിളാണ് കേട്ടോ. അപ്പോൾ പറഞ്ഞ് അറിയിക്കാൻ പറ്റുന്നില്ല, അത്രയും മനോഹരമായിരുന്നു കാഴ്ചകൾ അവിടുത്തെ. ബുദ്ധനും എല്ലാം, ശ്രീ ബുദ്ധനും എല്ലാവരും ഉള്ള ഒരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു അവിടെ. അവിടെ കുറേ സ്റ്റോൾസ് ഉണ്ടായിരുന്നു, അവരുടേതായ രീതിയിലുള്ള കുറേ ഐറ്റംസ് വിൽക്കുന്ന സ്റ്റോൾസ് ഉണ്ടായിരുന്നു. പിന്നെ ഈറ്റബിൾസും എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ. ഐസ്ക്രീം, ഭക്ഷണങ്ങളൊക്കെ അവിടെ അവൈലബിൾ ആയിരുന്നു. അതിൻ്റെ അകത്ത് കയറിയിട്ടുണ്ടെങ്കിൽ ഇതാണ് ആ ടെമ്പിളിൻ്റെ ഒരു മുകളിൽ നിന്ന് നോക്കിയപ്പോഴൊരു വ്യൂ അതാണ് കേട്ടോ. നല്ല അടിപൊളി സ്ഥലമായിരുന്നു. പിന്നെ അത് അവിടെ നിന്നും ഈ കാറ് വെയിറ്റ് ചെയ്ത് തന്നെ, ഇതാണ് ആ ഡുറിയൻ ഫ്രൂട്ട് എന്ന് പറഞ്ഞ് ഞാൻ ഒരു വീട്ടിൽ പറഞ്ഞിരുന്നു. നമ്മളുടെ ഇവിടെയുള്ള ചക്ക പോലത്തെ ആയിരുന്നു. ഭയങ്കര സ്മെല്ലാണ് കേട്ടോ അതിന്. ഇത് എവിടെയെങ്കിലും അതൊന്ന് ഓപ്പൺ ചെയ്താൽ എല്ലായിടത്തും ആ സ്മെല്ല് കിട്ടും. അതുകൊണ്ട് തന്നെ ആരും അതിൻ്റെ അടുത്തേക്ക് പോയില്ല. തിരിച്ച് വന്നപ്പോഴാണ് എൻ്റെ പെരും മഴ, കണ്ണ് കാണാൻ പറ്റാത്ത പോലെ മഴ. ഞങ്ങളുടെ ഡ്രൈവറിന് പേടിയായിരുന്നു വെച്ചാൽ ഒരു തരി കാണുന്നില്ല, അതുപോലെ മഴ. നമ്മുടെ നാട്ടിലൊന്നും എനിക്ക് തോന്നുന്നു ഇത്രയും മഴ ഞാൻ കണ്ടിട്ടില്ല. ഇത്രയും മഴയത്ത് ഡ്രൈവ് ചെയ്തിട്ടില്ല, കണ്ണ് കാണാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അതിന് പേടിയായി. പിന്നെ ഞങ്ങൾ പറഞ്ഞ കാര്യമില്ല, വേണമെങ്കിൽ കാറ് ഇവിടെ സൈഡിൽ എവിടെയെങ്കിലും പാർക്ക് ചെയ്തിട്ടോന്ന് പറഞ്ഞു. അങ്ങനെ സേഫായിട്ട് ഞങ്ങൾ തിരിച്ച് ഞങ്ങളുടെ റൂമിലെത്തി. മഴയുടെ മുഴുവൻ വ്യൂ ഒന്നും എൻ്റെ ഫോണിൽ ക്യാമറയിൽ കിട്ടുന്നില്ല. തിരിച്ച് ഞങ്ങൾ എത്തിച്ചെത്തിയല്ലേ.